ഒരോളം സൃഷ്ടിക്കാൻ തന്നെയാണ് ഈ സദാശിവം വന്നിരിക്കുന്നത്. രാഷ്ട്രീയമായും അല്ലാതെയും ഏറെ ചർച്ച ചെയ്യപ്പെട്ട മാസപ്പടി കേസിൽ മാത്യു കുഴൽനാടൻ MLA-ക്കും പ്രതിപക്ഷത്തിനും കനത്ത തിരിച്ചടിയാണ്. അപ്പോ നമ്മളെ ഏൽക്കില്ല, കാരണം ഈ കൈകൾ ശുദ്ധമാണ്. അതാണ് ഞങ്ങളുടെ കുടുംബത്തിന്റെ മഹിമ. എല്ലാ പൈപ്പറും നല്ല പൊളിയാ. ഒരു സംശയത്തിന് അടിസ്ഥാനമില്ലാത്ത വിധം കോടതിയെ തള്ളിയിട്ടും ഇങ്ങനെ പിന്നെയും തെറ്റിദ്ധരിപ്പിക്കാവോ നിങ്ങളുടെ നേതാക്കൾ? ജ്യോതികുമാർ ചാമക്കാല, ഇതെന്താ ഇത് കൊച്ചുകുട്ടികളെ പോലെ? അങ്ങനെ എനിക്ക് സഹിക്കണില്ല ഈ സാറിന്റെ അവസ്ഥ. എന്റെ ഈ സാർ ഉറങ്ങിട്ട് എത്ര ദിവസമായിരുന്നു സാറിന് അറിയൂ? അല്ല, ഒരു കാര്യം കൂടി ചോദിക്കൂ ആഷ്മി. അപ്പുറത്ത് ഇപ്പൊ പറഞ്ഞത് ഒത്തുതീർപ്പാണ് എന്നാണ്. സോണിയാഗാന്ധിയും ഒക്കെ ഇപ്പൊ നിന്നെ ആരെങ്കിലും കെട്ടിയെടുത്തേ ചേർന്ന് പ്രധാന ചോദ്യം. അത് പ്രധാന ചോദ്യമാണ്. ചാമക്കാല പറഞ്ഞു അല്ല, എനിക്ക് സംശയമുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഞാൻ കളിക്കല്ല, ഞാൻ നേരെ ചിറാപുഞ്ചിയിൽ പോയി മണം വിൽക്കാൻ പോണു. എന്ത് സേവനമാണ് ചെയ്തതെന്ന് ചോദിച്ചപ്പോ കേട്ട മറുപടി ഞാൻ കേട്ടിരുന്നു. ഇവിടെ എന്ത് സേവനമാണ് ചെയ്തതെന്ന് ചോദിച്ചപ്പോ പറഞ്ഞ മറുപടി ഞാൻ കേട്ടു. ഇവിടെ എല്ലാരും കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടുകയാണ്. നമ്മളത് അടിച്ചു മാറ്റാൻ അവരുടെ പിറകെ ഓടുന്നു. അത് തൊഴിലിന്റെ ഭാഗമാണ്. ഇത്രയ്ക്ക് വിവരവും വിദ്യാഭ്യാസവും ഉള്ള ഒരു ഡിവൈഎഫ്ഐ നേതാവിനോടൊപ്പമാണല്ലോ ഞാൻ ചർച്ചയിൽ പങ്കെടുക്കുന്നത് ഓർത്ത് ഞാൻ ലജ്ജിച്ചു പോവുകയാണ്. ഈ ചെക്കൻ എനിക്ക് നേരത്തെ ഇഷ്ടമല്ലോ. ജ്യോതികുമാരെ മര്യാദയുള്ള ഭാഷയിൽ സംസാരിച്ചു, അതാണ് ചർച്ചയ്ക്ക് നല്ലത്. വ്യക്തിപരമായ ആക്ഷേപം പാടില്ല. വ്യക്തിപരമായ ആക്ഷേപം പാടില്ലെങ്കിൽ നിന്റെ കുടുംബത്തെ ആക്ഷേപിക്കണം. ചർച്ചയിൽ വന്നാൽ മര്യാദ പറയാൻ വേണ്ടി തയ്യാറാണ്. നല്ല ഭാഷയിൽ സംസാരിക്കുക. അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവും. മാത്യു കുഴൽനാടൻ ഫ്രോഡ് ആയതുകൊണ്ടാണ് ഫ്രോഡാണെന്ന് പറഞ്ഞത്. പറയുന്നത് ഫ്രോഡാണ്. ഈ സർക്കാരിന്റെ 50% വ്യവഹാരം നടത്തുന്ന ഒരു ഫ്രോഡാണ്. അതെന്തിനാടാ പന്നി ഇപ്പൊ പറഞ്ഞതല്ല, പിന്നീട് വരെ അവസരം കിട്ടിയില്ല. പറയുന്നത് ഫ്രോഡാണ്. ഈ സർക്കാരിന്റെ 50% വ്യവഹാരം നടത്തുന്ന ഒരു ഫ്രോഡാണ്. സമാധാനമായി അമ്മാതിരി കമന്റ് കേട്ടോ. ഇവിടെ വന്നിട്ട് പറയാ മൈക്രോസോഫ്റ്റിന്റെ സോഫ്റ്റ്വെയർസ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്നത് മുഖ്യമന്ത്രിയുടെ മകളാണെന്ന്. ഇത് ഞങ്ങൾ തൊണ്ടോടെ വിഴുങ്ങിട്ട് പോണമെന്നാണോ സജീഷ് പറയുന്നത്? ഞാനിവിടെ എങ്ങനെയെങ്കിലും ഒന്ന് പിടിച്ചു നിന്നോട്ടെ, ഞാനൊരു പാവോ. മൈക്രോസോഫ്റ്റ് ഡെവലപ്പ് ചെയ്തത് നിങ്ങളാണോ, അല്ലെ മുഖ്യമന്ത്രിയുടെ മകളാണോ? എന്ത് വിവരക്കേടാ വിവരം കേട്ടവന്മാർക്ക് ഇതൊക്കെ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെ വ്യക്തിപരമായ പോലെ നീ എന്തിനാണ് റോട്ടിൽ കൂടെ പോണേ എനിക്ക് പിടിക്കുന്നത്? നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കാൻ വേണ്ടി. താങ്കൾ മുഖ്യമന്ത്രിയുടെ മകളെ ഗജ ഫ്രോഡ് എന്ന് വിളിച്ചില്ലേ? അപ്പൊ ഒന്നൊന്ന് തീർന്നു. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ.